ഹിമാലയത്തിൻ്റെ ഹൃദയത്തിൽ പരമശിവന്റെ സാക്ഷാത്കാരമായി നിലകൊള്ളുന്ന ദിവ്യഭൂമിയാണ് കേദാർനാഥ്. കേദാർനാഥ് ദർശനം കേവലം ഒരു കാഴ്ച മാത്രമല്ല, ആത്മാവിൻ്റെ ഉണർവാണ്. ശരീരവും മനസ്സും ഒരുപോലെ ഭക്തിയിൽ ലയിച്ചു നിൽക്കുന്ന വാക്കുകൾക്കതീതമായ ഒരു അവസ്ഥ. കേദാർനാഥന്റെ മുന്നിൽ ചെന്ന് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന നിമിഷം ജീവൻ തന്നെ നിവേദ്യമായി ശിവചരണങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. ഞങ്ങൾ രാവിലെ തന്നെ കേദാർനാഥ് അധിപനായ മഹാദേവനെ വണങ്ങി. പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ക്ഷേത്ര ദർശനം. കൈലാസനാഥന്റെ മുന്നിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് 4 ഭാഗവും മഞ്ഞുരുകി തീരാത്ത മലനിരകൾ, ഇടയ്ക്കൊക്കെ മുന്നിലുള്ളവരെ പോലും കാണാമറയത്താക്കുന്ന കോടമഞ്ഞ്, അപ്രതീക്ഷിതമായി വന്നുപോകുന്ന വെയിൽ, എല്ലാം കൂടി പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെയായിരുന്നു ഈ കാഴ്ചകളൊക്കെ. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടെയുള്ളത്. 1200 വർഷങ്ങൾക്ക് മുൻപേ ശ്രീശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലത്ത് പോലും ഇവിടെ എത്തിപ്പെടാൻ അത്രയും ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ഇത്രയും വർഷങ്ങൾക്ക് മുൻപേ ഇങ്ങനെയൊരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുക എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയല്ലേ. ഇന്നൊരു ദിവസം കൂടെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നടന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാനായിരുന്നു ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയത്തെ ആ പേടിപ്പിക്കുന്ന ആ ഒരു അനുഭവവും അതുപോലെ പേടിപ്പിക്കുന്നതായിരുന്നു ക്ലൈമറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളും. ആകാശമൊക്കെ ഇരുണ്ടുകൂടി നല്ല ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. അതുപോലെ ഭയങ്കര പേടിപ്പിക്കുന്ന സൗണ്ടിലുണ്ടാവുന്ന ഇടിയും മിന്നലൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ മേക്ക് തട്ടുന്നത് പോലെ തോന്നും അത് ആ ലൈറ്റ് കാണുമ്പോൾ. ശക്തി കൂടി വരുന്ന മഴയും ഇടിയും, ടെൻറ്റിന് പുറകിൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന പാറക്കല്ലുകളും ഒക്കെ കണ്ടപ്പം അവിടെ നിൽക്കുന്നത് പിന്നെ അത്ര സേഫ് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൂടാണ്ട് മോൻ്റെ വിട്ടുമാറാത്ത പനിയും. ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ഹെലികോപ്റ്റർ ബുക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് അന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ആക്സിഡൻ്റ് ആയിട്ട് അതിലുണ്ടായിരുന്ന 7 പേരും മരിച്ചുപോയി. അതുകൊണ്ട് തുടർന്നുള്ള ട്രിപ്പൊക്കെ ക്യാൻസലാക്കിയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ ആ പ്രതീക്ഷയും അവിടെ അടഞ്ഞു. മോനെയും കൂട്ടി എന്ത് തന്നെയായാലും നടക്കാൻ പറ്റൂല. അതുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ കുതിരയായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് പോകുന്ന വഴിക്ക് ലാൻഡ് സ്ലൈഡിങ് നടന്നതുകൊണ്ട് വഴിയൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പെട്ട ഒരവസ്ഥയായിരുന്നു ഞങ്ങൾ. അവിടെ നിൽക്കാനും പറ്റൂല, താഴത്തേക്ക് ഇറങ്ങാനും പറ്റൂല. മരണം മുന്നിൽ കണ്ട് പേടിച്ച് വിറച്ചു നിന്ന കുറച്ച് മണിക്കൂറുകൾ. ഉച്ച കഴിഞ്ഞപ്പം മഴയൊക്കെ കുറച്ച് കുറഞ്ഞ്, മഴ കുറഞ്ഞപ്പം താഴത്തേക്കുള്ള വഴിയും അവർ ഓപ്പണാക്കി. മുകളിലേക്ക് ആരും കയറ്റിവിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്നിട്ട് മലയിറങ്ങാൻ നിന്ന ഞങ്ങൾ വീണ്ടും കുതിരപ്പുറത്ത് തന്നെ താഴത്തേക്ക് ഇറങ്ങി. ആ ലാൻഡ് സ്ലൈഡിങ് നടന്ന ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ പോകുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ലാൻഡ് സ്ലൈഡിങ്ങിലും 2 പേർ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു പോലും. രാത്രി ഒരു 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ താഴെ ബേസ് ക്യാമ്പിലെത്തി. ലാൻഡ് സ്ലൈഡിങ്ങിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സോൻപ്രയാഗിൽ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് ജീപ്പ് വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുകൊണ്ട് ബേസ് ക്യാമ്പിൽ നിന്ന് സോൻപ്രയാഗ് വരെ ഒരു 4 കിലോമീറ്റർ നടന്നു. മലമുകളിലേക്കുള്ള യാത്ര അന്നത്തെ ദിവസം ബ്ലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ മല കയറാൻ വന്നവരും ഇന്ന് മലയിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് വന്നവരും എല്ലാം കൂടെ സോൻപ്രയാഗിൽ നല്ല റഷായിരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു ബീഹാറി ഫാമിലി ഉണ്ടായിരുന്നേ. ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഭയ്യ ലാസ്റ്റ് ഒരു ഹോട്ടലുകാർ ഉള്ളിലോട്ട് ഒരു ഗ്രാമത്തിലുള്ള ഒരു റിസോർട്ട് നമുക്ക് സെറ്റാക്കി തന്നു. അവിടെ എത്തുമ്പോൾ തന്നെ രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രകൃതിയെ അത്രമേൽ സ്നേഹിച്ച ഞങ്ങൾ അതേ പ്രകൃതിയെ ഭയന്ന് ജീവിക്കേണ്ടി വന്ന 2 ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. അങ്ങനെ ഭയവും ഭക്തിയും നിറഞ്ഞ കേദാർനാഥ് യാത്ര ഇവിടെ അവസാനിക്കുന്നു.